ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. തപോവനം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം 10 അധ്യായം 9. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഭയം എന്തിന്? ശ്രീമതി കസ്തൂരിയുടെ പ്രാർത്ഥനയ്ക്ക് ബാബ നൽകിയ മറുപടി എന്തായിരുന്നു? സ്വാമി മാത്രമാണ് തനിക്ക് തുണയെന്നും കൈവെടിയരുതെന്നും കന്നഡയിൽ രചിച്ചൊരു പ്രാർത്ഥന ശ്രീമതി കസ്തൂരി ചൊല്ലിയപ്പോൾ ഭഗവാൻ തമിഴ് ഭാഷയിൽ തക്ഷണം കവിത രചിച്ച് ഉത്തരം നൽകി. നീ ചോദിക്കും മുൻപേ ബാബ കൃപ ചൊരിയും, രക്ഷിക്കാനായി ഓടിയെത്തും, ഭയം എന്തിന് എന്നായിരുന്നു കവിതയുടെ സാരം. ട്രക്കിൻ്റെ ടയർ പാദത്തിൽ കൂടി കയറി ഇറങ്ങിയിട്ടും ബാലൻ്റെ മൃദുല പാദത്തിലെ എല്ലുകൾക്ക് ക്ഷതമേൽക്കാത്തത് എന്തുകൊണ്ട്? 1955 പ്രശാന്ത് നിലയത്തിൽ സ്വാമിയുടെ വസതിക്ക് ചുറ്റും ഭക്തജനങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗധം നിർമ്മിക്കുന്ന വേളയിൽ നടന്ന ഒരു സംഭവമാണിത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭക്തജനങ്ങളും സ്വമേധയാ സേവനം ചെയ്തിരുന്നു. 11 വയസ്സായ ബാലൻ്റെ പാദത്തിൽ കൂടി ഇഷ്ടിക നിറച്ചൊരു ട്രക്ക് കയറിയിറങ്ങി. അതിൻ്റെ ടയർ ആ പാദങ്ങളിൽ കൂടിയാണ് കയറിയിറങ്ങിയത്. തൻ്റെ അനിയൻ്റെ കാല് പോയി സ്വാമി എന്ന് വിലപിച്ചുകൊണ്ട് എത്തിയ ബാലൻ്റെ ജ്യേഷ്ഠനോട് ഭയപ്പെടേണ്ട, അവൻ്റെ കാലിനൊന്നും സംഭവിക്കില്ല എന്ന് സ്വാമി പറഞ്ഞു. സ്വാമി തൻ്റെ ഉടുപ്പിൻ്റെ കൈ പുറകിലോട്ട് മാറ്റി കൈത്തലം കാണിച്ചു കൊടുത്തു. അതിൽ ട്രക്കിൻ്റെ കൂറ്റൻ ടയർ ഇറങ്ങിയ പാട് കണ്ടു. ട്രക്കിൻ്റെ ടയർ കുട്ടിയുടെ പാദത്തിൽ കയറിയപ്പോൾ സ്വാമി തൻ്റെ കൈത്തലം പാദത്തിനും ടയറിനും ഇടയിൽ വെച്ചു. അതിനാൽ കുട്ടിക്ക് ക്ഷതമേറ്റില്ല. സ്വാമി കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് ഭയക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന സംഭവമായിരുന്നു അത്. ഈശ്വരൻ ഭർത്താവിനേക്കാളും സമീപസ്ഥനെന്ന് തെളിയിക്കുന്ന ഏതു സംഭവമാണ് നടന്നത്? ശ്രീ സത്യസായി കോളേജിലെ വിദ്യാർത്ഥിയായ കുമാർ സായി പിതാ ഔർ മാതാ സായി എന്ന ഭജന പാടി. ആദ്യത്തെ വരികൾ പാടിത്തീരുന്നതിന് മുൻപ് സ്വാമി തിടുക്കത്തിൽ എഴുന്നേറ്റ് കുമാറിൻ്റെ മാതാപിതാക്കളുടെ താമസ സ്ഥലമായ ഈസ്റ്റ് പ്രശാന്തിയിലേക്ക് നടന്നു. സ്വാമി തൻ്റെ വസതി വിട്ട് ഇങ്ങനെ പുറത്തു പോകുന്നത് കണ്ടിട്ടില്ലാത്ത ഭക്തജനങ്ങൾ അമ്പരന്നു. താൻ പാടിയത് സ്വാമിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന കുമാറും സങ്കടപ്പെട്ടു. സ്വാമി കുമാറിൻ്റെ ഭവനത്തിലെത്തി. പ്രാണനു വേണ്ടി പിടയുന്ന കുമാറിൻ്റെ മാതാവിന് ഒരു ഗ്ലാസ് ജലം നൽകി, വിഭൂതി സൃഷ്ടിച്ചു നൽകി അവരെ ആശ്വസിപ്പിച്ച ശേഷം തിരികെ ഭജന ഹാളിലെത്തി തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അപ്പോഴേക്കും കുമാർ ആ ഭജന പാടി തീരാറായി. ഭജന തീർന്നപ്പോൾ സ്വാമി കുമാറിനോട് താൻ പോയത് എന്തിനാണെന്ന് പറഞ്ഞു. കുമാറിൻ്റെ അച്ഛനാകട്ടെ ഈ സമയത്ത് സംഭവിച്ചതൊന്നും അറിയാതെ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈശ്വരൻ മാത്രമാണ് ഏറ്റവും സമീപസ്ഥൻ എന്ന് ഈ സംഭവത്തോടെ സ്വാമി വെളിപ്പെടുത്തി തന്നു. അമ്മയുടെ മടിയിലാണെങ്കിലും ഈശ്വരനാണ് അമ്മയെക്കാളും അരികിൽ എന്ന് സ്വാമി വെളിപ്പെടുത്തിയ സംഭവം എന്താണ്? മദ്രാസിലെ SAP കല്യാണ മണ്ഡപത്തിൽ സംസാരിക്കുന്ന വേളയിൽ സ്വാമിയുടെ തെലുങ്കിലുള്ള ദിവ്യപ്രഭാഷണം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് പ്രശസ്ത നടനായ ചിറ്റൂർ നാഗയ്യ ആയിരുന്നു. പെട്ടെന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധ ചിതറുന്ന വിധത്തിൽ അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന 1 വയസ്സായ പിഞ്ചു കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. സ്വാമി വേദിയിൽ നിന്നും സൗമ്യമായി പുഞ്ചിരിക്കുന്നതും തൻ്റെ അഭയഹസ്തം കുഞ്ഞിന് നേർക്ക് തിരിക്കുന്നതും എല്ലാവരും കണ്ടു. പെട്ടെന്ന് തന്നെ തൻ്റെ കൈത്തലം ചുരുട്ടി മുറുക്കെ പിടിക്കുകയും ചെയ്യുന്നത് കണ്ടു. കുഞ്ഞ് പെട്ടെന്ന് തന്നെ ശാന്തനായി. കാരണം ആരും അറിഞ്ഞില്ല. സ്വാമി ചുരുട്ടിപ്പിടിച്ച കൈ നാഗയ്യയുടെ നേരെ നീട്ടി തുറന്നു. കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയ 25 പൈസയുടെ നാണയം സ്വാമിയുടെ കയ്യിൽ വന്നു. വികാരഭരിതനായ നാഗയ്യ സ്വാമി 25 പൈസയുടെ നാണയം മാറ്റി കുഞ്ഞിനെ രക്ഷിച്ച വിവരം ഉടനെ തന്നെ സദസ്യരോട് പറഞ്ഞു. ആളുകൾ ആഹ്ലാദത്തോടെ കരഘോഷം മുഴക്കി. കൽക്കത്തയിലിരിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കേട്ട് മകനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ചത് എങ്ങനെയാണ്? കൽക്കട്ടയിലെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മ
തികഞ്ഞ സായി ഭക്തയായിരുന്നു. പക്ഷേ പുത്രന് സ്വാമിയിൽ വിശ്വാസമില്ല. സാമ്പത്തിക ക്രമക്കേട് വരുത്തിയെന്ന് അയാൾ സംശയിക്കപ്പെട്ടു. മാനക്കേട് സഹിക്കാനാകാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. തൻ്റെ നിർഭാഗ്യവാനായ പുത്രനെ പുട്ടപ്പർത്തിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് അമ്മ ബാബയ്ക്കൊരു കത്തെഴുതി. അതെങ്ങനെ അയക്കുമെന്നറിയാതെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് പിറകിൽ സൂക്ഷിച്ചു വെച്ചു. ഈ സമയം മകൻ ഗംഗയുടെ കുറുകെയുള്ള പാലത്തിൽ കയറി നദിയിലേക്ക് ചാടാൻ ഒരുങ്ങുകയായിരുന്നു. ആ നിമിഷം പുട്ടപ്പർത്തിയിൽ വരൂ, പുട്ടപ്പർത്തിയിൽ വരൂ എന്ന ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ആത്മഹത്യാ ശ്രമം ഉപേക്ഷിച്ച് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. ബാംഗ്ലൂരിൽ നിന്നും പെനുക്കൊണ്ടയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുന്നതിനായി കൗണ്ടറിൽ എത്തി. സായിബാബ ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്, വൈറ്റ്ഫീൽഡിൽ തന്നെ ഉണ്ട് എന്ന് കൗണ്ടറിലെ ഉദ്യോഗസ്ഥൻ അയാളോട് പറഞ്ഞു. പുട്ടപ്പർത്തി എന്ന ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നതിനാൽ അയാൾ പെനുക്കൊണ്ടയിലേക്ക് തന്നെ ടിക്കറ്റ് എടുത്തു. അക്കാലത്ത് പുട്ടപ്പർത്തിയിൽ എത്തുക സുഗമമായിരുന്നില്ല. അങ്ങനെ രാത്രി 8 മണിക്ക് അയാൾ പുട്ടപ്പർത്തിയിൽ എത്തി. ബാബ 7 മണിക്ക് അവിടെ എത്തിയെന്ന വാർത്തയാണ് അയാൾ കേട്ടത്. വൃന്ദാവനത്തിൽ സമ്മർ കോഴ്സ് തുടങ്ങാനിരിക്കെ ബാബ എന്തിനാണ് പുട്ടപ്പർത്തിയിൽ വന്നതെന്ന് ഭക്തന്മാർ ചോദിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള അരി ശേഖരിക്കാൻ വന്നതാണ് എന്ന് ബാബ മറുപടി നൽകി. പിറ്റേന്ന് ദർശനവേളയിൽ ചെറുപ്പക്കാരൻ്റെ സമീപത്തെത്തിയ സ്വാമി, ഹേ കൽക്കട്ട, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂമിൽ വിളിച്ചു. അവിടെ വെച്ച് സ്വാമി നിരാശനാകേണ്ടതില്ലെന്നും ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്നും പറഞ്ഞ് ആത്മഹത്യാ ചിന്തകളിൽ നിന്നും മോചിതനാക്കി. അമ്മയുടെ ഹൃദയംഗമമായ പ്രാർത്ഥനയുടെ ഫലമായി സ്വാമി മകനെ രക്ഷിച്ചു. സകല ജീവികളോടും സ്വാമിക്കുള്ള കരുണയ്ക്ക് ഒരു ഉദാഹരണം നൽകുക. ഒരിക്കൽ സ്വാമി ബാംഗ്ലൂരിൽ നിന്നും പുട്ടപ്പർത്തിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. സ്വാമിയുടെ ഒരു വിദ്യാർത്ഥിയാണ് കാർ ഓടിച്ചിരുന്നത്. മറ്റു കാറുകളിൽ ഭക്തജനങ്ങൾ സ്വാമിയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. വിജനമായ പാതയിൽ ഒരു മൂർഖൻ പാമ്പ് കുറുകെ കിടക്കുന്നത് ദൂരെ വെച്ച് തന്നെ വിദ്യാർത്ഥി കണ്ടു. സ്വാമി ഗാഠമായ യോഗനിദ്രയിലായിരുന്നു. മൂർഖനെ രക്ഷിക്കണോ അതോ അതിന് മുകളിലൂടെ വണ്ടി വിടണോ എന്ന് തീരുമാനിക്കാൻ അയാൾക്കായില്ല. വണ്ടി നിർത്തിയാൽ സ്വാമിയുടെ നിദ്രയ്ക്ക് ഭംഗം വരുമെന്നുള്ളതിനാൽ അയാൾ പാമ്പിന് മുകളിൽ കൂടി തന്നെ വണ്ടി ഓടിച്ചുപോയി. പ്രശാന്ത നിലയത്തിൽ എത്തിയപ്പോൾ വിദ്യാർത്ഥി ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി. സ്വാമിക്ക് വേണ്ടി പുറകിലെ വാതിൽ തുറക്കാനായി ഓടി. സ്വാമി ഇറങ്ങി വസതിയിലേക്ക് വരാന്തയിലൂടെ നടക്കുമ്പോൾ സ്വാമിയുടെ ഉടുപ്പിന് പിറകിൽ മണ്ണ് പറ്റി വലിയ അഴുക്ക് ഉള്ള പാട് കണ്ടു. വിദ്യാർത്ഥി ചോദിച്ചു, സ്വാമി, ഉടുപ്പിന് പുറകിൽ മണ്ണ് പറ്റിയിരിക്കുന്നു. സ്വാമി ഉത്തരം നൽകി, കുറച്ചു മുൻപ് ഒരു പാവം മൂർഖനെ രക്ഷിക്കാനായി എനിക്ക് ടയറിന് കീഴെ കിടക്കേണ്ടി വന്നു. എന്തൊരു ഗഹനമായ വെളിപ്പെടുത്തൽ! സർവ്വജീവജാലങ്ങളുടെയും സംരക്ഷകനായ കരുണാനിധിയായ സ്വാമി തന്നെയാണ് എന്ന് ഈ സംഭവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ജയ സായിരാം.